ഹലോ ഡിയർ UPSC ആസ്പിരൻസ്, തക്ഷശില IAS അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആർട്ട് ആൻഡ് കൾച്ചറുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സിൽ വന്ന ഒരു ന്യൂസ് നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ആർട്ട് ആൻഡ് കൾച്ചറുമായിട്ടുള്ള അതിൻ്റെ കണക്ഷനും നമുക്കൊന്ന് നോക്കാം. ന്യൂസ് ഇതായിരുന്നു: റീസെൻ്റ്ലി ദ G20 ലീഡേഴ്സ് സബ്മിറ്റ് അറ്റ് ഭാരത് മണ്ഡപം, ന്യൂഡൽഹി featured a stunning 27-foot Nadaraja sculpture, the world's tallest representation of Lord Shiva in his dancing form. അപ്പോൾ റീസെൻ്റ്ലി നടന്ന G20 സബ്മിറ്റിൽ നമ്മുടെ ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ 27 അടി ഉയരമുള്ള ഒരു നടരാജ സ്കൾപ്ചർ അവിടെ സ്ഥാപിച്ചിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ന്യൂസ് വന്നു. അപ്പോൾ ഈ നടരാജ സ്കൾപ്ചർ എന്ന് പറയുന്നത് നമ്മുടെ UPSC ബോത്ത് പ്രിലിംസ് ആൻഡ് മെയിൻസ് ആർട്ട് ആൻഡ് കൾച്ചറുമായി ബന്ധപ്പെട്ട് പല തവണ UPSC ചോദിച്ചിട്ടുള്ള UPSCയുടെ ഒരു ഫേവററ്റ് ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഈ നടരാജ സ്കൾപ്ചറിനെ കുറിച്ചും കറണ്ട് അഫയേഴ്സിൽ എന്താ വന്നിരിക്കുന്നതെന്നും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും നമുക്കൊന്ന് കാര്യമായിട്ട് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ദിസ് റിമാർക്കബിൾ നടരാജ സ്റ്റാച്ചു ക്രാഫ്റ്റഡ് ഫ്രം ആൻ അഷ്ടധാതു. അപ്പോൾ നമ്മൾ സംസ്കൃതമൊക്കെ ആയിട്ട് മലയാളത്തിന് ബന്ധമുള്ളത് കൊണ്ട് അഷ്ടധാതു എന്ന് പറഞ്ഞാൽ, അഷ്ടം എന്ന് പറഞ്ഞാൽ 8, ധാതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനറൽ അല്ലെങ്കിൽ മെറ്റൽ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അഷ്ടധാതു 8 മെറ്റൽസ് ആണ്. 8 മെറ്റൽസ് ചേർന്ന ഒരു അലോയ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ബൈ ആർട്ടിസാൻസ് ഫ്രം തമിഴ്നാടു ആൻഡ് വെയ്റ്റ്സ് 18 tons. 18 ടൺ വെയിറ്റ് ഉള്ള ഒരു നടരാജ സ്കൾപ്ചറാണ് ഈ ഭാരത് മണ്ഡപത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് സ്ഥാപിച്ചിട്ടുള്ളതെന്ന് നോക്കുക. അപ്പോൾ ഇത് തമിഴ്നാട്ടിൽ നിന്നുള്ള ആർട്ടിസാൻസ് ആണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ തമിഴ്നാടും നടരാജ സ്കൾപ്ചറുമായിട്ടൊരു ബന്ധമുണ്ട്. അതാണ് ഇതിനെ ആർട്ട് ആൻഡ് കൾച്ചറും ഹിസ്റ്ററിയുമായി ബന്ധപ്പെടുത്തി പലപ്പോഴും നമ്മൾ UPSC ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുക. ഇനി നമുക്ക് നോക്കാം. ദിസ് നടരാജ സ്കൾപ്ചർ അറ്റ് ഭാരത് മണ്ഡപം ഈസ് മെയ്ഡ് യൂസിങ് ദ ലോസ്റ്റ് വാക്സ് മെത്തേഡ്. അപ്പോൾ ലോസ്റ്റ് വാക്സ് മെത്തേഡിനെ കുറിച്ചൊക്കെ നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുള്ളത്. നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ബ്രോൺസ് ഡാൻസിങ് ഗേളിനെ കുറിച്ചൊക്കെ പഠിച്ച സമയത്ത് തന്നെ എൻ്റെ സ്റ്റുഡൻസിന് അറിയാം നമ്മൾ ലോസ്റ്റ് വാക്സ് മെത്തേഡ് എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് ട്രഡീഷണൽ ആയിട്ട് ഈ പറയുന്ന അലോയ്സ് അല്ലെങ്കിൽ മെറ്റൽ ഉപയോഗിച്ച് സ്കൾപ്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആർട്ടിസാൻസ് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ലോസ്റ്റ് വാക്സ് മെത്തേഡ്. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഈ പറയുന്ന 18 ടൺ വെയിറ്റ് ഉള്ള 27 അടി ഉയരമുള്ള ഈ ഒരു നടരാജ വിഗ്രഹം സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിന് തമിഴ്നാടിൻ്റെ ഹിസ്റ്ററിയുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള കാര്യം ഒന്ന് നിങ്ങൾ ഓർത്തു വയ്ക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് ഈ പറയുന്ന നടരാജ സ്റ്റാച്ചു അല്ലെങ്കിൽ ഈ നടരാജ സ്കൾപ്ചർ, അപ്പോൾ ഇതിന് ഇവർക്ക് ഇൻസ്പിറേഷൻ ആയത് തമിഴ്നാട്ടിലെ ചില ടെമ്പിൾസിലുള്ള ശിവന്റെ ഐഡൽസ് തന്നെയാണ്. അപ്പോൾ അതൊന്നും നമുക്ക് നോക്കാം. ദ ഡിസൈൻ ഓഫ് ദിസ് നടരാജ സ്റ്റാച്ചു ഡ്രോസ് ഇൻസ്പിറേഷൻ ഫ്രം 3 റിവേർഡ് നടരാജ ഐഡൽസ്. അപ്പോൾ 3 നടരാജ ഐഡൽസ്, തമിഴ്നാട്ടിലെ വിഭിന്നങ്ങളായിട്ടുള്ള 3 ടെമ്പിൾസിലുള്ള 3 നടരാജ ഐഡൽസിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഭാരത് മണ്ഡപത്തിന്റെ മുന്നിലുള്ള നടരാജ സ്റ്റാച്ചു ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന് ദ തില്ലൈ നടരാജ ടെമ്പിൾ ഇൻ ചിദംബരത്തുള്ള തില്ലൈ നടരാജ ടെമ്പിൾ. രണ്ടാമത്തെന്ന് പറയുന്നത് ഉമാമഹേശ്വര ടെമ്പിൾ ഇൻ കൊണേരി രാജപുരത്തുള്ള ഉമാമഹേശ്വര ടെമ്പിളിലുള്ള നടരാജ ഐഡല്. അതുപോലെ തന്നെ തഞ്ചാവൂരുള്ള ബൃഹദേശ്വര ടെമ്പിൾ. നമുക്കറിയാം യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് തഞ്ചാവൂരുള്ള ബൃഹദേശ്വര ക്ഷേത്രം എന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ 3 ക്ഷേത്രങ്ങളിലെ ഏതൊക്കെയാണ്? തില്ലൈ നടരാജ ടെമ്പിൾ ചിദംബരം, ഉമാമഹേശ്വർ ടെമ്പിൾ കൊണേരി രാജപുരം ആൻഡ് ബൃഹദേശ്വര ടെമ്പിൾ തഞ്ചാവൂർ. ഈ 3 ടെമ്പിൾസിലുമുള്ള നടരാജ ഐഡൽസിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പുതിയ നടരാജ സ്കൾപ്ചർ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നടരാജൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡാൻസിങ് ഫോം ഓഫ് ശിവയാണ്. ശിവന്റെ താണ്ഡവ നൃത്തത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫോമാണ് നടരാജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശിവൻ എന്ന് പറയുന്ന ദൈവത്തിന്റെ ഒറിജിൻ, ശിവ വൺ ഓഫ് ദ പ്രിൻസിപ്പൽ ഡൈറ്റീസ് ഇൻ ഹിന്ദുയിസം, ഹാസ് ഏൻഷ്യൻ റൂട്ട്സ് ദാറ്റ് ട്രേസ് ബാക്ക് ടു ദ വേദിക് പീരീഡ്. വേദിക് പീരീഡ് മുതൽ പർട്ടിക്കുലർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേറ്റർ വേദിക് പീരീഡിൽ രുദ്ര എന്നുള്ള കൺസെപ്റ്റിലാണ് പറയുക. ഇൻ വേദിക് സ്ക്രിപ്റ്റേഴ്സ് ശിവാസ് പ്രക്യൂസസർ ഈസ് രുദ്ര, എ ഡൈറ്റി അസോസിയേറ്റഡ് വിത്ത് നാച്ചുറൽ എലമെന്റ്സ്.
അപ്പോൾ ശിവന്റെ ആദ്യകാല രൂപമായിട്ട് വേദകാലഘട്ടത്തിൽ, പർട്ടിക്കുലറായി പറഞ്ഞാൽ ലേറ്റർ വേദിക് പീരീഡിൽ വന്ന ഒരു ദൈവമാണ് രുദ്രൻ. ഈ രുദ്രനാണ് പിന്നീട് ശിവനായതെന്നാണ് പറയപ്പെടുക. എന്നാൽ ചില ഹിസ്റ്റോറിയൻസ് പറയുന്നു അതിനേക്കാളും പഴക്കമുണ്ട് ശിവൻ എന്നാണ് പറയുക. കാരണം നമ്മൾ ഇൻഡസ് വാലിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള സീൽ ഓഫ് പശുപതി മഹാദേവ, പശുപതി മഹാദേവന്റെ സീലിൽ കാണുന്ന പശുപതി മഹാദേവൻ എന്ന് പറയുന്നത് പ്രോട്ടോ ശിവ, ആദ്യകാല ശിവന്റെ രൂപമാണെന്നും ചില ഹിസ്റ്റോറിയന്മാർ പറയുന്നുണ്ട്. എന്തായാലും ലിറ്റററി എവിഡൻസ് വെച്ച് നോക്കുമ്പോൾ അതൊരു മെറ്റീരിയലിസ്റ്റിക് എവിഡൻസാണ്. അത് നമുക്ക് അത് കണ്ടെടുത്ത എക്സ്കവേറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ആർക്കിയോളജിസ്റ്റുകളുടെ ഒരു അസംഷനാണ്, ലോജിക്കൽ അസംഷനാണ് അത് പ്രോട്ടോ ശിവയാണെന്നുള്ളത്. പശുപതി മഹാദേവൻ എന്നവർ പേര് കൊടുത്തിരിക്കുന്ന ആ സീലിലുള്ള ഡൈറ്റി. എന്നാൽ വേദിക് ലിറ്ററേച്ചറിൽ നമുക്ക് ലിറ്റററി എവിഡൻസ് ഉണ്ട് രുദ്രൻ എന്ന് പറയുന്ന ഒരു ദൈവത്തിനെ കുറിച്ച് ലേറ്റർ വേദിക് പീരീഡിൽ ഇവർ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ശിവൻ എന്ന് പറയുന്ന ഒരു ഹിന്ദുയിസത്തിലെ ഒരു പ്രിൻസിപ്പൽ ഡൈറ്റിയുടെ തുടക്കം എന്നാണ് ലിറ്റററി എവിഡൻസുകൾ പ്രകാരം നമുക്ക് പറയാൻ കഴിയുക. ഇനി ശിവനെ ഡാൻസിങ് ഫോമിൽ അവതരിപ്പിക്കുന്നതാണ് നടരാജൻ എന്ന് പറയുന്നത്. ദ കൺസെപ്റ്റ് ഓഫ് ശിവ ആസ് എ ഡാൻസർ നോൺ ആസ് നടരാജ began to take shape around 5th century AD. AD 5ാം നൂറ്റാണ്ട് മുതലാണ് ശിവന്റെ ഈ താണ്ഡവ നൃത്തം അല്ലെങ്കിൽ നടരാജ ഫോം ഓഫ് ശിവ അല്ലെങ്കിൽ ഡാൻസിങ് ശിവ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായി വരുന്നത് AD 5ാം നൂറ്റാണ്ടിലാണ്. പക്ഷേ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വ്യക്തതയൊന്നുമില്ല. എന്നാൽ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു വിവരണം അല്ലെങ്കിൽ നടരാജ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു കാലഘട്ടം പറയുകയാണെങ്കിൽ അത് സെക്കൻഡ് ചോള ഡൈനാസ്റ്റിയുടെ ആ ഒരു ഗോൾഡൻ പീരീഡിൽ തന്നെയാണ്. ഡ്യൂറിങ് ദ റെയിൻ ഓഫ് ദ സെക്കൻഡ് ചോള ഡൈനാസ്റ്റി, അതായത് 9th to 11th century AD, ഷിവാസ് നടരാജ ഫോം അണ്ടർവെൻ സിഗ്നിഫിക്കൻറ്റ് ഡെവലപ്മെൻറ്റ്. അതായത് ചോളന്മാരുടെ സെക്കൻഡ് ചോള ഡൈനാസ്റ്റിയുടെ ഭരണകാലഘട്ടത്തിൽ അവരുടെ പാർട്ട്നൈസേഷനിലാണ് ഈ ശിവന്റെ നടരാജ രൂപം അത്രയും ഡെവലപ്മെൻറ്റിലേക്ക് വരുന്നത് അല്ലെങ്കിൽ അത്രയും പ്രൊമിനൻ്റ് ആയി വന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പം തമിഴ്നാടുമായും ചോളന്മാരുടെ ചരിത്രവുമായും ഈ നടരാജ വിഗ്രഹങ്ങൾക്ക് ബന്ധമുണ്ട് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. The Cholas, known for their patronage of art and culture, played a pivotal role in shaping Nadaraja's കൾച്ചറൽ സിഗ്നിഫിക്കൻസ്. അപ്പോൾ ഈ നടരാജ ഫോമിനെ ഇന്ന് കാണുന്ന ഒരു ഫോമിലേക്കൊക്കെ ആക്കി കൊണ്ടുവന്നത് ശരിക്കും ചോളന്മാരുടെ പാർട്ട്നേജിൽ അല്ലെങ്കിൽ അവരുടെ പാർട്ട്നൈസേഷനിലാണ് എന്ന കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ചോളാസ് വെയർ ഡിവോട്ട് ഷൈവൈറ്റ്സ് എംഫസൈസിങ് ദ വർഷിപ്പ് ഓഫ് ലോർഡ് ശിവ. അവർ പ്രധാനമായും ഷൈവൈറ്റ്സ് ആയിരുന്നു, ശിവന്റെ ഫോളോവേഴ്സ് ആയിരുന്നു. ആൻഡ് ദേ കൺസ്ട്രക്റ്റഡ് ഗ്രാൻഡ് ശിവ ടെമ്പിൾസ് ത്രൂ ഔട്ട് ദിയർ ടെറിട്ടറീസ്. അവരുടെ ചോള ടെറിട്ടറിയിൽ ത്രൂ ഔട്ട് പല സ്ഥലങ്ങളിലായിട്ട് അവർ ഒരുപാട് ശിവ ടെമ്പിൾസ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ആ ശിവ ടെമ്പിൾസിൽ പലതിലും ഈ നടരാജ ഐഡൽസ് അവർ സ്ഥാപിച്ചിട്ടുമുണ്ട്. ദ ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് ബൃഹദേശ്വര ടെമ്പിൾ ഇൻ തഞ്ചാവൂർ. ബൃഹദേശ്വര ടെമ്പിൾ ഇൻ തഞ്ചാവൂർ ബീയിങ് എ പ്രോമിനൻ്റ് എക്സാമ്പിൾ. അപ്പോൾ ഈ ചോളന്മാരുടെ പാർട്ട്നൈസേഷനിലാണ് ഇത് കൂടുതലായിട്ട് ഫ്ലറിഷ് ചെയ്തത് എന്ന് മനസ്സിലാക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഇനി നിങ്ങൾക്ക് ഞാനൊരു ടാസ്ക് തരിക, കാരണം ഇവിടെ നിന്ന് ഇനിയും ചോദ്യങ്ങൾ വരാനായിട്ടുള്ള ഒരു സ്കോപ്പ് ഞാൻ കാണുന്നുണ്ട്. അതായത് ഈ നടരാജ വിഗ്രഹത്തിന് നമുക്കറിയാം 4 കൈകളൊക്കെയുള്ള ഒരു രൂപമാണ് ഈ നടരാജ വിഗ്രഹം എന്ന് പറയുന്നത്. നമുക്ക് ആ പിക്ചറിലേക്ക് ഒന്ന് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഈ പിക്ചറിൽ മനസ്സിലാകും 4 കൈകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഓരോ കൈകളിലും അല്ലെങ്കിൽ ഓരോ കൈകളും അദ്ദേഹത്തിൻ്റെ ഓരോ കാലുകളും അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റേഴ്സ് എല്ലാം പല കാര്യങ്ങളെ സിംബോളൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിംബോളിസം ഇൻ ദിസ് ഐക്കൺ, ഈ ഐക്കണിൻ്റെ ഓരോ കാര്യങ്ങൾക്കും ഓരോ സിംബൽസ് ഉണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു കയ്യിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ഡമരു ഉണ്ട്. ആ ഡമരു എന്ന് പറയുന്നത് ഡമരു മുദ്ര. മറ്റൊരു കൈ അഭയമുദ്രയാണ് കാണിക്കുക. ഒരു കാലിങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ പൊക്കിയാണ് വെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ചവിട്ടി നിൽക്കുന്ന കാലിൻ്റെ ഫീറ്റിൻ്റെ അടിയിലായിട്ട് താഴെയായിട്ട് ഒരു എന്തോ ഒരു ജീവി അല്ലെങ്കിൽ എന്തോ ഒരു രൂപം അവിടെയുണ്ട്. ഇതെല്ലാം ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളെ സിംബലൈസ് ചെയ്യുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു കയ്യിൽ അഗ്നിയാണുള്ളത്. അപ്പോൾ അഗ്നി എന്തിനെ സിംബലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഡമരു എന്തിനെ സിംബലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈ അഭയമുദ്ര കാണിക്കുമ്പോൾ ആ മുദ്ര എന്താണ് ഉദ്ദേശിക്കുക? നോ ഫിയർ എന്നാണ് അഭയമുദ്ര കൊണ്ട് കാണിക്കുക. അപ്പം ഇങ്ങനെ ആ ഒരു സിംബോളിസം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ആ സിംബൽസ് അല്ലെങ്കിൽ സിംബോളിസം എന്താണെന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് പഠിക്കണം. അപ്പോൾ അതും ഇത്തവണത്തെ പ്രിലിംസിൽ വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അഭയമുദ്രയും അല്ലെങ്കിൽ ഡമരുമുദ്രയും ഒക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നു, നിങ്ങൾക്കൊരു ടാസ്ക് തരികയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു, ഹിസ്റ്റോറിക്കൽ കണക്ഷൻസ് പറഞ്ഞു തന്നു. ഇനി നിങ്ങൾക്ക് തരുന്ന ടാസ്ക്, നിങ്ങൾ ഈ പറയുന്ന നടരാജ വിഗ്രഹത്തിൻ്റെ ഓരോ അംശങ്ങളും എന്തിനെയൊക്കെ സിംബലൈസ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വയ്ക്കുക. കീപ് ഗോയിങ്.
ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക് യു. തക്ഷശില IAS അക്കാദമി. Aspire, enroll, achieve.